അങ്ങനെ നമ്മുടെ വർഷ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നവീനുമായി ശ്രുതിക്കുള്ള ഇടപാടുകളൊക്കെ വർഷ കണ്ടുപിടിക്കുന്നുണ്ട്. വർഷയ്ക്ക് ശ്രുതി കല്യാണിയാണെന്നും ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി നമ്മുടെ ശ്രുതിയെ ഫോളോ ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, ശ്രുതി വരണ്ട, ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറയുമ്പം നീ പോയി വല്ല അബദ്ധത്തിലും ചാടുവോ, ഞാനും വരാമെന്നും പറഞ്ഞ് ശ്രീകാന്തും വർഷയുടെ കൂടെ കൂടുന്നുണ്ട്. അങ്ങനെ രാവിലെ ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് ശ്രുതി. രണ്ടുപേരും അവരുടെ ജോലിയിൽ ലീവ് ഇട്ടിട്ട് ഇവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൾക്ക് ഒരു കോൾ വരികയാണ്. മോന്റെ സ്കൂളിലേക്ക് അത്യാവശ്യമായിട്ട് ചെല്ലണം, അവനോട് തലയിറങ്ങി വീണെന്നും പറഞ്ഞിട്ടാണ് ടീച്ചേഴ്സ് ഇവളെ വിളിക്കുന്നത്. അപ്പൊ ഇവളോർക്കാണ് ഈ നമ്പർ എന്തിനാ അമ്മ കൊടുത്തതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ അപ്പോൾ തന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. വർഷയും ശ്രീകാന്തും ഇവള് കാണാതെ ബൈക്കിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഇവളുടെ പിന്നാലെയും പോകുന്നുണ്ട്. അങ്ങനെ ഇവള് നേരെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെന്നതിന് ശേഷം അവിടെ പോയി ഈ ഒരു പയ്യനെ, അതായത് കിച്ചുവിനെ കണ്ടുപിടിക്കുന്നുണ്ട്. കിച്ചുവിനടുത്ത് ചെല്ലുമ്പോഴേക്കും ഡീഹൈഡ്രേഷൻ ആയതുകൊണ്ട് തലകറങ്ങി വീണതാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നും ടീച്ചേഴ്സ് പറയുന്നുണ്ട്. ഇവന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, പെട്ടെന്ന് അങ്ങനെ തലകറങ്ങി വീഴുന്നതിന് കാരണം എന്നൊക്കെ ഇവള് ചോദിക്കുമ്പം ഞങ്ങൾ പറഞ്ഞല്ലോ ഡീഹൈഡ്രേഷൻ ആണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി വഴക്കുണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ, ഞാൻ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കട്ടെ, എന്താ സംഭവിച്ചെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥിരം പരിപാടിയാണല്ലോ, കുട്ടികളെ ശ്രദ്ധിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ കിച്ചുവിനെയും കൊണ്ട് അവിടുന്നും ഇവള് പോവാണ്. ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കാണ്, അല്ല ആരാ പയ്യൻ? അല്ല വർഷേ, ഇത് മറ്റേ പയ്യനല്ലേ അന്ന് സച്ചിയേട്ടനും രേവതി ചേച്ചിയും ഒരു പയ്യനെയും കൊണ്ട് വന്നില്ലായിരുന്നോ, ആ വിമല എന്ന് പറഞ്ഞൊരു ആന്റിയുടെ കൂടെ, അവന്റെ അമ്മാമ്മയുടെ കൂടെ, ആ പയ്യനല്ലേ അത് എന്ന് ചോദിക്കാണ്. അതെ ശ്രീകാന്തേ, ആ പയ്യൻ തന്നെയാ. ആ പയ്യനുമായിട്ട് ഇവർക്ക് എന്താ ബന്ധം ശ്രീകാന്ത് ചോദിക്കുമ്പം ഇനിയൊരു പക്ഷേ അതായിരിക്കോ ഈ ശ്രുതി ചേച്ചിയുടെ മോൻ എന്ന് വർഷ ചോദിക്കാണ്. അപ്പോഴേക്കും ടീച്ചേഴ്സ് പറയാണ്, ഇവരെന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നും, ഈ പയ്യന്റെ അമ്മാമ്മയല്ലേ വരുന്നത്, ആദ്യമായിട്ടാണ് ഈ പെണ്ണ് വന്നേക്കുന്നേ, ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ, കുട്ടീനെ നമ്മൾ എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സും പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും ശ്രുതിയെ വിളിച്ചെന്റെ കലിപ്പ് തീർത്താണ് ശ്രുതി. അങ്ങനെ ഇവനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താടാ നീ വെള്ളം ഒന്നും കുടിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുടിച്ചതാ ആന്റി, പിന്നെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു എന്നും പറയുന്നുണ്ട്. ശ്രുതി അങ്ങോട്ടേക്ക് വരുമെന്ന് പേടിച്ചിരിക്കുകയാണ് ശ്രുതി. അങ്ങനെ ശ്രുതി ആണെങ്കിൽ ഈ പയ്യനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. വർഷയും ശ്രീകാന്തും പിന്നാലെ തന്നെ ഇവരെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നുണ്ട് ഈ പയ്യനേട്ടോ. അപ്പൊ ഡീഹൈഡ്രേഷൻ തന്നെയാണ് ഇവരും പറഞ്ഞ കാരണം. അതുപോലെ തന്നെ ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിലെ കൊണ്ടുവന്ന് നന്നായി വൈറൽ ഫീവർ ആവാനുള്ള ചാൻസ് ഉണ്ട്, ബ്ലഡും കുറവാണെന്നൊക്കെ പറഞ്ഞ് അതിനുള്ള മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മരുന്നെല്ലാം കൊടുത്തതിന് ശേഷം പയ്യനെയും കൊണ്ട് അവിടുന്ന് ശ്രുതി ഇറങ്ങുന്നുണ്ട്. ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ വർഷയും ശ്രീകാന്തും വീണ്ടും ബൈക്കില് ഇവളെ ഫോളോ ചെയ്ത് പിന്നാലെ പോകുന്നുണ്ട്. നേരെ ശ്രുതി പോകുന്നത് അവളുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ്. ഈ പയ്യനെ കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിക്കാണ്. അമ്മ എന്താ അവനെ ശ്രദ്ധിക്കുന്നില്ലേ, അവന് നല്ല പനിക്കോളുണ്ട്, അത് മാത്രല്ല ഇവൻ വെള്ളം തീരെ കുടിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷനായി ഇന്ന് സ്കൂളിൽ തലയിറങ്ങി വീണു. ആ സമയത്താ ടീച്ചേഴ്സ് എന്നെ വിളിച്ചത്. അല്ല എന്റെ നമ്പർ അവിടെ ആരാ കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അത് മോളെ ഞാൻ തന്നെയാ കൊടുത്തത്. എന്തിനമ്മ എന്റെ നമ്പർ കൊടുത്തതെന്ന് ചോദിക്കാണ്. അത് മോളെ എന്റെ നമ്പറിലേക്ക് വിളിച്ചെനിക്ക് കിട്ടിയില്ലെങ്കിലോ, മോന്റെ കാര്യല്ലേ, അതുകൊണ്ടാ 2 നമ്പർ കൊടുക്കണമെന്ന് സ്കൂൾ നിർബന്ധിക്കുകയും ചെയ്തു, അതുകൊണ്ടാ നിന്റെ നമ്പർ കൊടുത്തേ. അവര് എന്നെ വിളിച്ചില്ല, വിളിച്ചിട്ട് കിട്ടിക്കാണത്തില്ലെന്ന് പറയുമ്പോൾ അതെന്താ അമ്മയെ കിട്ടാത്തത്, രാവിലെ കൂടി ഞാൻ അമ്മയെ വിളിച്ചതല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനെന്തിനാ മോളെ ദേഷ്യപ്പെടുന്നേ, പാവം അവൻ കേൾക്കണ്ടെന്ന് പറയുമ്പം എന്ത് കേൾക്കാനാ, ശ്രുതി എങ്ങാണ് ഈ സമയത്ത് പാർലറിലേക്ക് വന്നാ എന്ത് ചെയ്യും, അത് മാത്രല്ല ഞാൻ ജോലിക്കടയിൽ എഴുന്നേറ്റ് ഇറങ്ങി വന്നത്, ഒരു ക്ലയന്റും ഉണ്ടായിരുന്നു, അത് മിസ്സായെന്നും പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ അമ്മയോട് തട്ടിക്കൊരുക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്തും വർഷയും അവരുടെ ഡോറിന് പിന്നാലെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ പയ്യൻ ആന്റിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇവളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവള് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് മോൻ അകത്ത് പോയിരുന്നു എന്നും പറഞ്ഞ് അവൻ ഉമ്മയൊക്കെ കൊടുത്ത് അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എപ്പോഴും വെള്ളം കൊടുക്കണം കേട്ടോ, ശ്രദ്ധിച്ചോണം, 2 ദിവസം ഇനി സ്കൂളിൽ പോകണ്ട, ആന്റി നാളെ വന്ന് കാണാമെന്നും ശ്രുതി പറയുന്നുണ്ട്. ശരി ആന്റി എന്നും പറഞ്ഞിട്ട് ഇവൻ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്താണ് അവളുടെ അമ്മ അവളെ കല്യാണി എന്ന് വിളിക്കുന്നത്. കല്യാണി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഏത് സമയത്തും എനിക്കിന്ന് സംഭവിക്കാം, എനിക്ക് തീരെ സുഖമില്ല, അതൊക്കെ നിനക്ക് അറിയാലോ, ഈ മോന്റെ കാര്യത്തിൽ നീ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണമെന്നും പറയുന്നുണ്ട്. ശ്രുതി ചോദിക്കാണ്, അമ്മേ ഞാൻ എന്ത് തീരുമാനം ഉണ്ടാക്കേണ്ടത്, നിങ്ങളെ പറ,
എന്റെ അമ്മായിമാണെങ്കിലോ സ്വത്ത് സ്വത്തെന്ന് പറഞ്ഞ് അവിടെ പ്രാന്തെടുത്ത് നടക്കാണ്. എന്റെ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ പറഞ്ഞോണ്ടാ എന്നെ അങ്ങോട്ടേക്ക് സ്വീകരിച്ചത് പോലും. മലേഷ്യ പോയിട്ട് ഒന്നുമില്ലെന്ന് അറിഞ്ഞാലേ അവരെന്നോട് നിർത്തി പൊറപ്പിക്കുകയല്ല. അത് മാത്രല്ല, എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ ഇന്നത്തെ വിവാഹം കഴിഞ്ഞാണെന്ന് അറിഞ്ഞുള്ള അവസ്ഥ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അമ്മ ചോദിക്കാണ്, അല്ല ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പെട്ടെന്നൊരു ദിവസം മരിച്ചു പോയാല് നീ ഇവനെ എന്ത് ചെയ്യും? ഇപ്പോൾ അനാഥാരത്തിലാക്കൂ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. അതിനു മുമ്പേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ശ്രുതിയോട് ഈ കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ പറയാൻ ഒരുങ്ങിയതാ. പക്ഷെ അന്ന് നടന്നില്ല ഒന്നും. എന്തായാലും ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയി. ഇത്രയും കാലം ഞാൻ ഒരുപാട് അനുഭവിച്ചു. ശ്രുതിനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. അന്ന് തന്നെ ശ്രുതി വന്നപ്പോ അമ്മ കണ്ടതല്ലേയല്ല ശ്രുതി എനിക്ക് വേണ്ടി കരഞ്ഞത്. ഇപ്പോഴും ശ്രുതിക്കെന്നെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ശ്രുതി അറിയാൻ പാടില്ലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ അമ്മയെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ഇങ്ങനെ പറയാണ് കേട്ടോ. അമ്മ പറയുന്നുണ്ട്, എന്റെ കാലം ഏതാണ്ട് കഴിയാറായി. എത്രയും പെട്ടെന്ന് നീ ഇങ്ങനൊരു തീരുമാനം എടുക്കണം. അതല്ലാതെ എന്റെ മോനെ വഴിയാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട്. ശരി, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. അമ്മയ്ക്കിപ്പോ കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? വേണ്ട, സാധനം ഇരിപ്പുണ്ട്, ഒന്നും വേണ്ട. നാളെ നീ ഇവനെ കാണാൻ വന്നാൽ മതി. എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിലും അവനെന്നെ കാണാണെങ്കിൽ അവൻ ഒത്തിരി ആശ്വാസമാകുമെന്ന് പറയുന്നുണ്ട്. അമ്മ, എല്ലാ ദിവസവും ഞാൻ വരാൻ സാധിക്കില്ല. അമ്മയ്ക്ക് അറിയാലോ, ശ്രുതി ഏത് നിമിഷം വേണമെങ്കിലും പാർലറിലേക്ക് കയറി വരും. അങ്ങനെ വന്നാല് എന്താ ഉണ്ടാകാൻ പോകുന്ന അമ്മയ്ക്ക് അറിയില്ലേ? ഒരുപാട് പ്രശ്നങ്ങളോടെയാ ഞാൻ ഓരോ ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല മോളെ, എന്തിനാ ഇങ്ങനെ പേടിച്ച് പേടിച്ച് നീ ജീവിക്കുന്നത്? ഇതിലും ഭേദം ജീവിക്കാണ്ടിരിക്കുന്നതല്ലേ. എന്നും പേടിച്ച് പേടിച്ച് ജീവിക്കണം. അതെന്തൊരു ജീവിതമാണെന്ന് അമ്മ ചോദിക്കുമ്പോ വീണ്ടും ഞാൻ എന്ത് ചെയ്യണമെന്നമ്മേ? നിങ്ങൾ എല്ലാവരും കൂടി എനിക്കൊരാളെ കണ്ടെത്തി തന്നിരുന്നല്ലോ. അയാളുടെ കൂടെ ഒരു ദിവസമെങ്കിലും എനിക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നോ? എന്നിട്ട് ഞാൻ കുറെ കാലം ജീവിച്ചില്ലേ? ഇനി എനിക്ക് സാധിക്കില്ലമ്മേ. ഇപ്പോഴാണ് എന്നെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടിയത്. അയാളുടെ സ്നേഹം മുഴുവനും എനിക്ക് വേണം. അതെ, നീ ഇപ്പം നിന്റെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ, നിന്റെ ജീവിതം മാത്രം. നിന്റെ മകന്റെ കാര്യം പോലും നീ അന്വേഷിക്കുന്നില്ല എന്നും പറഞ്ഞ് അവൾ വഴക്ക് പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ശരി, എനിക്ക് സമയമില്ല. ക്ലയന്റിനെ അവൾ വേറെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ അതിന് പോവാന്ന് ശ്രുതി പറയാണ്. ശ്രീകാന്ത് വർഷയും ഇവിടെ കാണാതെ അവിടുന്ന് മുങ്ങുന്നു കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം ഇവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവര് നേരെ അവരുടെ ഹോട്ടലിലേക്ക് പോയിട്ട് ഒരു മുറി ഇരുന്ന് സംസാരിക്കുകയാണ്. വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത്, ഇതൊക്കെ കേട്ടതൊക്കെ സത്യമാണോ? എന്റെ കണ്ണിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവള് കല്യാണിയാണെന്ന്. അവൾക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ടെന്ന്. എന്തൊക്കെ കേൾക്കുന്നെന്ന് വർഷ പറയുമ്പം ശ്രീകാന്ത് പറയാണ്, ഞാനും അതേ അവസ്ഥയിലാണ് വർഷ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ കേൾക്കുന്നേ? അല്ല, സുധീറിനറിയില്ലേ ഇവിടെ കല്യാണം കഴിഞ്ഞാണെന്നും? എന്തൊക്കെയാ ഈശ്വര സംഭവിക്കുന്നതൊക്കെ പറഞ്ഞ് ശ്രീകാന്തും ഇരിക്കാണ്. ശ്രീകാന്ത് പറയാണ്, നമുക്ക് എന്തായാലും പോയത് നമുക്ക് രേവതി ചേച്ചിയോടും സച്ചിയോടും പറയാന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട്, അത് വേണ്ട. നമ്മളിപ്പോ പോയി പറഞ്ഞാലേ അതിന്റെ പേരിലും കൂടി അവർ വഴക്ക് കേൾക്കും. അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് കാണിച്ചാൽ മതി. തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എല്ലാരെയും കൂട്ടിയിരുത്തി ഒരു സിനിമ കാണിക്കുന്ന പ്രതീതിയിൽ നമുക്ക് എല്ലാവരെയും അങ്ങ് കാണിക്കാം എന്ന് പറയുമ്പം അത് വേണോ? ഇനി ചേട്ടത്തിനെങ്കിലും കടുങ്കേ ചെയ്യുവോ? അവരെന്ത് കടുങ്കേ ചെയ്യാനാ? അങ്ങനെയുള്ളവര് ഇത്രയുള്ള ക്രൂരതയൊക്കെ ചെയ്യുവോ? ഒരാളുടെ ജീവിതം തകർക്കാൻ മാത്രം ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയതല്ലേ അവര്. അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലേ നമുക്കത് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. എന്റെ മനസ്സിനകത്തൊരു കല്ലെടുത്ത് വെച്ച പോലെ ഉണ്ടെന്ന് വർഷ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഹാളിൽ വന്നിരിക്കായിരിക്കും കേട്ടോ. ഈ സമയത്ത് കല്യാണി എന്ന് വർഷ പറയുമ്പോഴേക്കും ശ്രുതി ഞെട്ടി നോക്കാണ്. ശ്രുതി ഓർക്കുന്നുണ്ട്, ഇന്നലെ മുതലേ ഇവള് കല്യാണി കല്യാണി എന്ന് പറഞ്ഞ് തുടങ്ങിയതാണല്ലോ. ഈശ്വര, ഇനി ഇവൾ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ എന്ന് ശ്രുതി മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതെ, എല്ലാവർക്കും ഞാനേ ഒരു സിനിമ കാണിക്കാൻ പോവാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, അന്നത്തെ പോലെ വല്ല പ്രേത സിനിമയാണോ? ആ, ഒരു പ്രേത സിനിമ തന്നെയാ. പ്രേതമല്ല, ഒരു രാക്ഷസിയാ. എല്ലാവരും ചോര ഉറിഞ്ചു കൊടുക്കുന്ന ഒരു രാക്ഷസി. അവളെ കുറിച്ച് ഞാൻ പറയാൻ പോണേ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പടമൊന്നും കാണാൻ ഇപ്പൊ ഞങ്ങൾക്ക് താല്പര്യമില്ല മോളെ എന്ന് അച്ഛൻ പറയുമ്പോ, അച്ഛാ, ഇത് ഒരുപാട് നീളമുള്ള സിനിമയൊന്നുമല്ല, ഒരു അരമണിക്കൂർ അത്രേ ഉള്ളൂ. എല്ലാവരും ഒരുമിച്ചിരിക്കല്ലേ, എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ വേണം കാണാനെന്ന് പറയുന്നുണ്ട്. സച്ചി ചോദിക്കാണ്, എന്താ വർഷ ഇതെന്ന് ചോദിക്കുമ്പം, സച്ചിയേട്ടാ വെയിറ്റ് ചെയ്യ്, കാണാൻ പോകുന്നില്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് വർഷ പോയിട്ട് അവളുടെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്ത് അത് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കാണിക്കുന്നത് ഒരു വീടിന്റെ മുമ്പാകം കാണിക്കാണ്. ഇപ്പോഴാണ് ക്ലൈമാക്സ് എന്ന് പറയുമ്പം സച്ചി ചോദിക്കാണ്, പടം തുറന്നതിന് മുമ്പ് തന്നെ ക്ലൈമാക്സോ? അത് സച്ചിയേട്ടാ, കുറെ വർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകത്തിന് തിരശ്ശീലി വീഴാൻ പോവാ ഒരു ക്ലൈമാക്സ് എന്ന് ശ്രുതിയെ നോക്കി പറയാണ്. ശ്രുതിയും ഇങ്ങനെ എന്താണെന്ന് നോക്കിയിരിക്കാനുണ്ടോ. അപ്പോഴാണ് ശ്രുതി പോയി അമ്മയെടുത്ത് ചൂടാവുന്നത്. നിങ്ങൾക്ക് എന്റെ നമ്പർ എന്തിനാ കൊടുത്തെന്ന് ചോദിച്ചുകൊണ്ട് നിന്റെ മോനല്ലെന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ നിന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞാലും ചോദിക്കുന്നതൊക്കെ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിലുണ്ട് കേട്ടോ. ഇത് കണ്ടപാടെ ശ്രുതി ചാടി ഇരുന്നേക്കാണ്.
ചന്ദ്ര ചോദിക്കാണ്, എന്തൊക്കെയാ വർഷം ഈ കാണുന്നേ, ഇതൊക്കെ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ആന്റി ഒന്ന് മിണ്ടാതിരിക്കുക, എല്ലാവരും മിണ്ടാതിരിക്കുക. എങ്ങനെ പോയാലും ഒരു 20 മിനിറ്റ് ലെങ്ത് ഉള്ളൊരു വീഡിയോയാ, അത് കണ്ടെല്ലാരും പോയാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ ഒരു ശ്രുതി അവളുടെ പഴയ കല്യാണം കഴിഞ്ഞ കാര്യവും ശ്രുതിയെ വിവാഹം കഴിച്ചതും അവൾക്കൊരു കുട്ടികളുടെ കാര്യം എല്ലാം പറയുന്നുണ്ട്. ഇവളെ കല്യാണിയാണെന്നും ഇവളുടെ കല്യാണം കഴിഞ്ഞതാണെന്നുമുള്ള കാര്യങ്ങള് അവളുടെ അമ്മയും ഇവള് സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവാണ്. ഇത് കേട്ടപാടെ കരഞ്ഞുകൊണ്ട് ശ്രുതി ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ശ്രുതി ആണെങ്കിലും ആകെപ്പാടെ സ്റ്റക്കായി എഴുന്നേറ്റ് നിൽക്കാണ്. എല്ലാവരുടെ അവസ്ഥ പറയണ്ടല്ലോ, എല്ലാവരും എന്തോ ഷോക്ക് അടിച്ച മാതിരി ഒരേ നിൽപ്പ് നിൽക്കാണ് എഴുന്നേറ്റ്. എല്ലാവരും ഓർക്കുന്നുണ്ട്, ഇതെന്തായി കാണുന്നേ? സച്ചി ചോദിക്കാണ്, എന്താ വർഷേ? ശ്രീകാന്ത് എന്താന്ന് ചോദിക്കാണ്. വർഷ പറയുന്നുണ്ട്, ഇന്നലെ ശ്രുതി ചേച്ചി ഒരാളുമായിട്ട് പണമിടപാട് നടത്തുന്നത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ഇത് സത്യം അറിയാൻ വേണ്ടി ഞാൻ ചേച്ചിയെ ഫോളോ ചെയ്തതാ. 1-2 വർഷം കൊണ്ട് മറിച്ച കാര്യമേ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചെന്ന് വർഷ പറയുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, ശ്രുതി എന്തായതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി പറയാണ്, ആന്റി എനിക്കൊന്നും അറിയില്ല, ഇതൊക്കെ ഫേക്ക് ആയിട്ട് ഇവരുണ്ടാക്കുന്നതാ. ഇങ്ങനെ ഇപ്പോഴത്തെ വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ടാക്കാലോ, അതുപോലെ ഇവരുണ്ടാക്കിയതായിരിക്കും എന്ന് പറയുമ്പം വർഷ പറയാണ്, അല്ല ശ്രുതി ചേച്ചി, അവരൊന്നും അത്രയ്ക്ക് പൊട്ടിമാറൊന്നും അല്ല. ഇത് AI കണ്ടന്റ് ആണോ അതോ ശരിക്കുള്ള വീഡിയോ ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്നും വർഷ പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയാണ്, അതെ ഏട്ടാ, അതെ അമ്മേ, എല്ലാവരും ഈ ഒരു വീഡിയോ സത്യമാണ്. ഞാനും വർഷയും കൂടെ ശ്രുതിയുടെ പിന്നാലെ പോയി കണ്ടുപിടിച്ച കാര്യങ്ങളാ, ഞങ്ങളുടെ ഫോണില് ഷൂട്ട് ചെയ്ത കാര്യമാണെന്നും പറയുന്നുണ്ട്. ഇത് നേരിട്ടെന്ന് പറഞ്ഞാല് ആരും വിശ്വസിക്കില്ലെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത് ആരോടും പറയാതെ ഞങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന് പ്ലേ ചെയ്തതിനെ കാണിച്ചത്. സത്യം അറിയാതെ രേവതി ചേച്ചിയോട് പോലും പറയണതാ ഞങ്ങൾ കണക്കാക്കിയത്. കാരണം ചേച്ചി എന്തെങ്കിലും പറഞ്ഞ അവസാനം അതെല്ലാം ചേച്ചിയുടെ തലയിലാവും. അതുകൊണ്ടാ ആരോടും ഒന്നും പറയാതിരുന്നേന്നൊക്കെ പറയുന്നുണ്ട്. എന്താടാ എന്തിവിടെ നടക്കുന്നതൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, എനിക്കറിയില്ലമ്മേ. ശ്രുതി ഈ കേട്ടതൊക്കെ സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി ഒന്നും മിണ്ടാതെ തലയൊണിച്ചെന്ന് കരയുന്നുണ്ട്. അങ്ങോട്ടേക്ക് രവി വന്നിട്ട് ചോദിക്കാണ്, ശ്രുതി ഈ കേട്ടതൊക്കെ സത്യമാണോ? നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞതാണോ? ആ പയ്യനും അതിന്റെ അമ്മയുമാണോ നിന്റെ മകനും നിന്റെ അമ്മയും എന്ന് ചോദിക്കാണ്. രേവതി പറയുന്നുണ്ട്, പണ്ട് ഒരുപാട് തവണ ഇവളെ സംശയാസ്പദമായ സാഹചര്യങ്ങളില് ഇവരെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ചോദിക്കുമ്പോഴൊക്കെ ഇവൾ ഓരോ മുട്ടാപ്പൂക്ക് ന്യായങ്ങളും പറഞ്ഞ് എന്നെ ഫൂളാക്കുമായിരുന്നു. പണ്ട് ഇവളൊന്ന് പ്രസവിച്ചതാണെന്നും 2ാമത്തെ പ്രഗ്നൻസി ടെസ്റ്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഇവിടെ എല്ലാരും കൂടി എന്നെ എടുത്ത് പൊരിച്ചിരുന്നല്ലോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ചന്ദ്ര പറയാണ്, കേട്ടില്ലേ ശ്രുതി നീതൊക്കെ? എല്ലാരും കൂടി എന്നെ ഇട്ടാണ് പറയുന്നത്. ഞാനാണല്ലോ നിന്നെ സെലക്ട് ചെയ്തത്, അതുകൊണ്ട്. അപ്പോ നിനക്ക് മലേഷ്യയും ഇല്ല ഒന്നുമില്ലെന്നൊക്കെ ഞാൻ അറിഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലേ എന്ന് ചോദിക്കാണ്. അത് പിന്നെ അമ്മയെന്ന് പറയുമ്പോ മിണ്ടി പോരുന്നേ, എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, നീ കല്യാണിയാണോ അത് നിന്റെ മകനാണോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ശ്രീ തലയും കുനിച്ചുകൊണ്ട് അതെ അമ്മയെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ ഒരു അറ്റായകത പ്രതീതിയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. ഇത്രയും കാലം എല്ലാവരും മുമ്പിൽ ശ്രുതിയായിട്ട് തകർത്ത് അഭിനയിക്കുകയായിരുന്നല്ലോ നമ്മുടെ കല്യാണി. ശ്രുതി ചോദിക്കാണ്, അപ്പൊ നീ കല്യാണിയാണോ? എന്റെ കൂടെ ഇത്രയും നാളും ജീവിച്ചതൊക്കെ നീ കള്ളത്തരം കാണിച്ചിട്ടാണോ എന്ന് ചോദിക്കാണ്. ശ്രുതി, എനിക്കിതിന് ഒരുപാട് ഇഷ്ടമാണ് ശ്രുതി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കള്ളം കാണിച്ചെന്ന് പറയുമ്പം രവി പറയാണ്, മിണ്ടി പോരുന്നീ, അല്ലാതെ നിനക്ക് ഇവിടെ പിടിച്ചു കയറാൻ വേണ്ടി അല്ലല്ലേ എന്ന് ചോദിക്കാണ്. അവള് കണ്ടെത്തിയൊരു മരുമകൾ എന്തായാലും നല്ല ബെസ്റ്റ് ആയിട്ടുണ്ട്, കള്ളം പറഞ്ഞ അവള് ജീവിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് രവി പറയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇപ്പൊ കണ്ടില്ലേ പാളറേട്ടത്തി ഫ്രോഡാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞല്ലേ, അപ്പൊ ആരും വിശ്വസിച്ചില്ല, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. ശ്രുതി പൊട്ടി അവളിരുന്ന് കരയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എങ്കിലും എന്നോട് ചതി വേണ്ടാന്ന് ശ്രുതി, നിന്നെ ജീവന തുല്യം ഒരുപാട് സ്നേഹിച്ചതാ, എന്നിട്ടും നീ എന്നെ ചതിച്ചല്ലോ, ഒരു തവണയെങ്കിലും നിന്നെക്കൊണ്ട് പറയാൻ പാടില്ലായിരുന്നു ചോദിക്കാണ്. വിവാഹത്തിന് മുന്നേ തന്നെ നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഏതാണ് നിന്നെ ഫോൺ വിളിച്ചത്, പക്ഷെ അത് ഞാൻ പറഞ്ഞത് തന്നെ നീ കേട്ടില്ല, അത് എന്റെ കുഴപ്പമാണെന്ന് ചോദിച്ചിട്ട് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. അതിന്റെ പേരിലാണ് ആ നവീൻ ഇത്രയും കാലം എന്നെ ടോർച്ചർ ചെയ്തതും അതുപോലെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കാശ് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, വേണ്ട, ഈ ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല, നിനക്കൊരു അമ്മയും ഒരു മകനും ഒരു വീടൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയാൽ മതി, നിന്റെ കള്ളത്തങ്ങളെല്ലാം എനിക്ക് മനസ്സിലായെന്ന് ചന്ദ്ര പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രുതി കടന്ന് പൊട്ടിക്കരയുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് ചന്ദ്ര. അമ്മയെ വിടമ്മയെന്നും പറഞ്ഞ് ശ്രുതി കരയുന്നുണ്ടെങ്കിലും ചന്ദ്ര ഒന്ന് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നീ ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞുകൊണ്ട് അവളെ വലിച്ചിറക്കിക്കൊണ്ട് പോവാണ് ചന്ദ്ര. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ, ഇനി മേലാൽ ഇങ്ങോട്ടേക്ക് വന്നു പോകരുത്, ഇവിടെ നിനക്കൊരു ഭർത്താവുമില്ല ഒരു വീടുമില്ല, നിനക്കൊണ്ടല്ലോ ഒരു മകനും അമ്മയൊക്കെ, എവിടെയോ പോയി കിടന്നിട്ട് വന്നവളൊക്കെ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരണ്ട, കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി പോലും ഇത്രയും കല്യാണം കഴിഞ്ഞിട്ട് പെരിഞ്ഞാണല്ലോ എന്റെ മകനെ വിട്ടത് ഈശ്വരാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പൊട്ടി കരയുന്നുണ്ട്.
ശ്രുതി പറയാണ് അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും മിണ്ടി പോകരുത്, ഇറങ്ങി ഇവിടെ നിന്നും പറഞ്ഞിട്ട് അവളെ വലിച്ചിറക്കി പുറത്താക്കി ഗേറ്റ് അടയ്ക്കുന്നുണ്ട്. രേവതി പറയാണ് അമ്മേ എന്ന് വിളിക്കുമ്പോഴേക്കും മിണ്ടി പോകരുന്നേ, നിനക്കിപ്പോ സമാധാനം ആയില്ലടി, ഞാൻ കണ്ടെത്തിയ മരുമകൾ കുഴപ്പക്കാരിയാണെന്ന് അറിഞ്ഞപ്പോ നിനക്ക് വലിയ സന്തോഷമായി കാണുമല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുമ്പോ സച്ചി പറയുന്നുണ്ട് അമ്മ എന്തിനാ അതിന് ഇവളുടെ മെക്കിട്ട് കയറുന്നത്, ഇവളല്ലേ ഇപ്പം ഒറിജിനലായിട്ട് ഇവിടെ ഉള്ളത്, ഇവൾ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും കള്ളം കാണിച്ചിട്ടുണ്ടോ, അമ്മേനെ ആലോചിച്ച് നോക്കിയേ, അന്നോള് പറഞ്ഞില്ല സത്യമായിരുന്നല്ലേ, എന്നിട്ട് എന്റെ ഭാര്യനെ കുറിച്ച് അമ്മ എന്തൊക്കെ പറഞ്ഞു, അമ്മക്ക് ഇതും വേണം ഇതിലപ്പുറം വേണം, ദൈവം എന്ന ശിക്ഷയാണെന്ന് സച്ചി പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് കയറി പോവാണ്. രവി പറയാണ് എങ്കിലും ഇത്രമാത്രം കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് ചതിക്കുമെന്ന് സച്ചിയോട് ചോദിക്കാണ്. സച്ചി പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ല അച്ഛാ പാർലറേട്ടത്തി ഒരു ഫ്രോഡാണെന്ന്, എന്തൊക്കെയോ സംശയങ്ങൾ എനിക്ക് അന്ന് പോലെ തോന്നിയിരുന്ന ഈ ഇടത്തിന്റെ കാര്യത്തില് ഇപ്പൊ അതെല്ലാം കൺഫേം ആയി എന്നും സച്ചി പറയാണ്. എനിക്കൊന്നും ഓർക്കാൻ കൂടി വയ്യ മോനെ, ഇതെങ്ങാണം സമൂഹത്തിലും നാട്ടിലൊക്കെ അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അല്ല അന്ന് നിങ്ങൾ കൊണ്ടുവന്ന ആ അമ്മയെ മോനല്ലേന്ന് രവി ചോദിക്കുമ്പം അതെ, പലതവണ അവരുടെ മോളെ കുറിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോഴും അവർ ഒഴിഞ്ഞു മാറുമായിരുന്നു. അപ്പോഴേ രേവതി പറഞ്ഞു ഇതിലൊക്കെ എന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന്, അതിപ്പോ എന്തായാലും ശരിയായി. അവർ എത്രയൊക്കെ പറഞ്ഞിട്ടും അവരെ മോളെ മാത്രം അവർ കാണിക്കാനോ വിളിക്കാനോ ഒന്നും തയ്യാറായില്ല, ഞങ്ങൾ അന്ന് സംശയിച്ചതാ എന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പം ഇതൊക്കെ ഇങ്ങനെ ആയല്ലോ, പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാ മോനെ, അവൾക്കിപ്പൊ ഒരു ഭർത്താവില്ല, അവളെ താലി കെട്ടി ഇത്രയും കാലം കൂടെ ജീവിച്ചത് സ്തുതിയ, അതുകൊണ്ട് അവളെ നമ്മളെ കിറക്കേണ്ട കാര്യമുണ്ടോ, അവളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുപോയില്ലേന്ന് രവി ചോദിക്കുമ്പം സച്ചി ചോദിക്കാണ് അച്ഛാ അവൾക്കൊരമ്മയുണ്ട്, ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ കളഞ്ഞിട്ടാ അവൾ ഇവിടെ വന്ന് അവൾ ഭർത്താവിനോട് സുഖിച്ച് ജീവിക്കുന്നത്, അവളൊക്കെ ഒരു അമ്മയാണോ, അവൾക്ക് ആരെങ്കിലും കമ്മിറ്റ്മെന്റ്സോ സ്നേഹം ഉണ്ടെങ്കിൽ അവൾ എങ്ങനെ ചെയ്യായിരുന്നോ, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് വേറെ കെട്ടിനോടെ സുഖിച്ച് ജീവിക്കുക ആള്, അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട്. രവി പറയാണ് എന്തായാലും അവളുടെ സാഹചര്യം കൊണ്ടായിരിക്കില്ല അതൊക്കെ, നല്ലൊരു ജീവിതം ജീവിക്കണം എന്നായിരിക്കും അവളുടെ ആഗ്രഹം, സുധി അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി അച്ഛൻ അതൊക്കെ വിശ്വസിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും അച്ഛാ ഇതൊക്കെ നമുക്ക് അമ്മയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാം, അതായിരിക്കും നല്ലതെന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവരെല്ലാം അകത്തേക്ക് കയറി പോവാണ്. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അവളുടെ വീട്ടിലേക്കും പോകുന്നുണ്ട്.